കൈവെക്കുന്നു സൂക്ഷിച്ച് മെല്ലെ മെല്ലെ और आवरे क्या मेरा വയനാട് മേപ്പാടി കള്ളാടിയിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കപാതയ്ക്ക് മേഖലയിലുണ്ടായ വൻ മണ്ണിടിച്ചിലിൽ കേവലം ഒരു പ്രകൃതി ദുരന്തമൊന്നുമല്ലെന്നും പൂർണ്ണമായും മനുഷ്യനിർമ്മിതമായ അനാസ്ഥയുടെ പരിണിത ഫലമാണെന്നും വ്യക്തമാക്കുന്ന ഔദ്യോഗിക രേഖകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആനക്കയം തുരങ്കപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കള്ളാടിയിൽ ശാസ്ത്രീയമായ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഭീമാകാരമായ മണ്ണ് കൂട്ടിയിട്ടിരുന്നതാണ് വലിയ ദുരന്തത്തിന് വഴിവെച്ചിരിക്കുന്നത്. ഈ മൺകൂനകൾ വൻ അപകട ഭീഷണിയാണെന്ന് കാണിച്ചുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും മുൻകൂട്ടി നൽകിയ കത്ത്, അതുപോലെ തന്നെ കടുത്ത മുന്നറിയിപ്പുകളും ഉത്തരവുകളുമെല്ലാം നിർമ്മാണ ചുമതലയുള്ള കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് പൂർണ്ണമായി അവഗണിക്കായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ സമയങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദുരന്ത സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് കഴിഞ്ഞ ജൂൺ 20 തന്നെ ജില്ലാ കളക്ടറും ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനുമായ ഉദ്യോഗസ്ഥ നിർമ്മാണ കമ്പനിക്കായ കൊങ്കൺ റെയിൽവേക്ക് കടുത്ത ഭാഷയിൽ ഔദ്യോഗിക കത്തയച്ചിരുന്നു. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ കള്ളാടിയിൽ കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന മൺകൂനകൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും വൻ ഭീഷണിയാണെന്ന് ഈ ഉത്തരവിൽ അക്കമിട്ട് നിർത്തിയിരിക്കുന്നു. കനത്ത മഴ പെയ്യുമ്പോൾ ഈ മൺകൂനകളിൽ നിന്നും വൻതോതിൽ മണ്ണിടിച്ചിലും മണ്ണൊലിപ്പും അതുപോലെ തന്നെ ചെളിയൊഴുക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഇത് സമീപവാസികളുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുമെന്നും കത്തിലുണ്ടായിരുന്നു. മാത്രമല്ല, ഈ മണ്ണ് ഒലിച്ചിറങ്ങി മീനാക്ഷി പുഴയിലും മറ്റ് ജലസ്രോതസ്സുകളിലും പതിച്ച് വൻ പരിസ്ഥിതി നാശം ഉണ്ടാകുമെന്നും കളക്ടർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മൺകൂനകളുടെ അളവും അപകട സാധ്യതയും അടിയന്തരമായി വിലയിരുത്തി സുരക്ഷ ഉറപ്പാക്കാനും തങ്ങളുടെ ജീവന ഭീഷണിയായ മണ്ണ് അടിയന്തരമായി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിക്കൊണ്ട് നീക്കം ചെയ്യാനും ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. മണ്ണ് മാറ്റുന്നതുവരെ താൽക്കാലികമായ റിട്ടേണിംഗ് ഭിത്തികൾ, ടാർപോളിംഗ് അല്ലെങ്കിൽ ജിയോ ടെക്സ്റ്റൈൽ ആവരണങ്ങൾ, കൃത്യമായി ഡ്രെയിനേജ് സംവിധാനം എന്നിവ ഒരുക്കണമെന്നും മണ്ണൊലിച്ചിറങ്ങി മീനാക്ഷി പുഴയിലേക്ക് പതിക്കാതിരിക്കാൻ ചെക്ക് ബണ്ടുകളും സിൽറ്റ് ട്രാപ്പുകളും അടിയന്തരമായി കെട്ടണമെന്നും കളക്ടറുടെ ഉത്തരവിൽ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം പുറമെ ജൂൺ 25 ചേർന്ന അവലോകന യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ് പദ്ധതി പ്രദേശത്തെ അശാസ്ത്രീയമായ മണ്ണ് നിക്ഷേപത്തെക്കുറിച്ച് വീണ്ടും കൃത്യമായി മുന്നറിയിപ്പ് നൽകി. മഴക്കാലത്ത് ഇത്തരം അശാസ്ത്രീയ മൺകൂനകൾ കാരണം സോയിൽ പൈപ്പിംഗ്, അതുപോലെ തന്നെ സ്ലോപ്പ് സ്റ്റെബിലിറ്റി തകരാറുകളെല്ലാം എന്നീ പ്രഭാവങ്ങൾ അതുമൂലം വൻ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് PWD ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. തടയാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ യോഗത്തിന്റെ ഔദ്യോഗിക മിനിറ്റ്സ് പൊതുമരാമത്ത് വകുപ്പ് ഇപ്പോൾ തന്നെ പുറത്തുവിട്ടിട്ടുമുണ്ട്. നീക്കം ചെയ്യുന്ന മണ്ണ് യാതൊരു കാരണവശാലും നീർച്ചാലുകളിലോ തോടുകളിലോ പുഴകളിലോ പ്രകൃതിദത്ത ജലമൊഴുക്കുള്ള മേഖലയിലോ നിക്ഷേപിക്കരുതെന്നും പ്രത്യേകിച്ച് 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഭൂമിയിൽ മണ്ണ് തള്ളരുതെന്നും പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയില്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമേ ഇത് നിക്ഷേപിക്കാവൂ എന്നും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ നിർമ്മാണ കമ്പനിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഈ ഔദ്യോഗിക നിർദ്ദേശങ്ങളെല്ലാം ചവറ്റുകുട്ടയിലെറിയുകയായിരുന്ന നിലയിൽ കാറ്റിൽ പറത്തുകയായിരുന്നു. തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ അപകടത്തിൽ 4 പേരുടെ മൃതദേഹങ്ങൾ ഇതിനോടകം തന്നെ കണ്ടെടുത്തിട്ടുമുണ്ട്. അപകടത്തിൽപ്പെട്ടവർ ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ്. നിലവിൽ പരിക്കുകളോടെ രക്ഷപ്പെടുത്തിയ 9 പേർ മേപ്പാടി വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഹിരകുമാർ 32 വയസ്സ്, ദിലീപ് 19 വയസ്സ്, സൂരജ് യാദവ് 25 വയസ്സ്, സഞ്ജയ് താക്കൂർ 35 വയസ്സ്, രജനീഷ് 27 വയസ്സ്, തന്മയ് ഘോഷ് 28 വയസ്സ്, കൃപമാൽ ജയ എന്ന് വിളിക്കുന്ന കൃപമാൽ 37 വയസ്സ്, കുഞ്ചു 39 വയസ്സ്, സന്തോഷ് കുമാർ എന്നിവരാണ് ആശുപത്രിയിലുള്ളത്. ഇതിൽ സന്തോഷ് കുമാർ മേപ്പാടി പോലീസ് സബ് ഇൻസ്പെക്ടറാണ്. പരിക്കേറ്റവരിൽ ഒരാളുടെ ആരോഗ്യനില ഗുരുതരമാണെന്നും മറ്റുള്ളവരുടെ ആരോഗ്യസ്ഥിതി നിലവിൽ തൃപ്തികരമാണെന്നും ആശുപത്രി അധികൃതരും അറിയിച്ചിട്ടുണ്ട്. ദുരന്തത്തെക്കുറിച്ച് പ്രതികരിച്ച മുഖ്യമന്ത്രി VD സതീശൻ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസും ഫയർഫോഴ്സും അടക്കം എല്ലാ സംവിധാനങ്ങളും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടും വരികയാണ്. മനുഷ്യനിർമ്മിതമായ ദുരന്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്ന സൂചന നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി അവിടെ കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കം ചെയ്യണമെന്ന് ജില്ലാ കളക്ടറും ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനും ജൂൺ 20 തന്നെ ഉത്തരവിട്ടതെന്ന കാര്യവും ഓർമ്മിപ്പിക്കുകയും ചെയ്തു. മണ്ണ് അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് പൊതുമരാമത്ത് മന്ത്രിയും കോൺട്രാക്ടർമാരെ അറിയിച്ചിരുന്നതാണ്. ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ നേരിട്ട് പോയി പരിശോധിച്ച് മണ്ണ് എത്രയും പെട്ടെന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും കരാറുകാർ അത് പാലിച്ചതുമില്ല.
പ്രദേശത്ത് ഏകദേശം 225 സെന്റിമീറ്റർ കനത്ത മഴയാണ് പെയ്തത്. ചെളി കലർന്ന മണ്ണായതിനാൽ രക്ഷാപ്രവർത്തനവും ദുഷ്കരമാണ്. നിലവിൽ 8 എസ്കലേറ്ററുകൾ ഉപയോഗിച്ച് മണ്ണ് മാറ്റാനുള്ള ശ്രമങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കുന്നുമുണ്ട്. മന്ത്രിമാരായ ടി സിദ്ദിഖ്, AP അനിൽകുമാർ എന്നിവരെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേരിട്ട് നേതൃത്വം നൽകാനായി സംഭവ സ്ഥലത്തേക്ക് മുഖ്യമന്ത്രിയായ VD സതീശൻ തന്നെ അയച്ചിട്ടുമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ്, ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസ് എന്നിവ രക്ഷാപ്രവർത്തനങ്ങൾ തുടർച്ചയായി ഏകോപിപ്പിക്കുന്നുണ്ട്. ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പ്രവൃത്തികളും പുരോഗമിക്കുന്നുണ്ട്. സ്ഥലത്തേക്ക് 15 ആംബുലൻസുകൾ എത്തിയിട്ടുണ്ടെന്നും 20 ആംബുലൻസുകൾ കൂടി ഉടൻ എത്തിക്കുമെന്നും സർക്കാരും അറിയിച്ചിട്ടുണ്ട്. ചുളിക്ക ഗവ LP സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിക്കുകയും അപകട മേഖലയിലുള്ള വീടുകളിൽ നിന്നും ആളുകളെ സുരക്ഷിതമായി എവിടേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട്. വയനാട്, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള 2 NDRF സംഘങ്ങളും സുരക്ഷാ സൈന്യവും സ്ഥലത്ത് പരിശോധന ശക്തമാക്കിയിട്ടുമുണ്ട്. കൂടുതൽ ആളുകൾ മണ്ണിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ ശാസ്ത്രീയമായ പരിശോധനകൾ കൂടി നടത്തുകയാണ്. കള്ളാടിയിൽ അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടത് ചെറിയ മഴ പെയ്താൽ പോലും വൻ അപകടമുണ്ടാക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതായി മന്ത്രി ടി സിദ്ദീഖും പ്രതികരിച്ചു. അതീവ ഗുരുതരമായ സാഹചര്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും അത് നീക്കം ചെയ്യുന്നതിൽ കമ്പനിക്ക് കടുത്ത വീഴ്ചയുണ്ടായി. നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ മുന്നോട്ട് പോയ കമ്പനിയുടെ നടപടി അതീവ ഗൗരവത്തോടെ കാണുമെന്നും ടൗൺഷിപ്പിലും ഇത്തരത്തിൽ അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തു. ദുരന്തത്തിന് പിന്നാലെ കോഴിക്കോട് തുരങ്കപാത നിർമ്മാണം നടക്കുന്ന പ്രദേശത്തെ പ്രവൃത്തികൾ തൽക്കാലത്തേക്ക് പൂർണ്ണമായി നിർത്തിവെച്ചിരിക്കുകയാണ്. കള്ളാടിയിലെ പ്രവൃത്തികളുമായി തൽക്കാലം മുന്നോട്ട് പോകരുതെന്ന് നിർമ്മാണ കമ്പനിയോട് ആവശ്യപ്പെട്ടിരുന്നതായി റവന്യൂ മന്ത്രി AP അനിൽകുമാർ വ്യക്തമാക്കുകയും ചെയ്തു. ഉത്തരവുകൾ ലംഘിച്ച് ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടിയ കൊങ്കൺ റെയിൽവേ ഉദ്യോഗസ്ഥർക്കെതിരെ നരഹത്യക്ക് കേസെടുക്കണമെന്ന ആവശ്യവും നാട്ടുകാരിൽ നിന്നും ശക്തമായി ഉയരുന്നുണ്ട്. മലവെള്ളപ്പാച്ചിലിനൊപ്പം ഈ വൻ മൺകൂനകൾ ഇടിഞ്ഞു വീണത് അല്ലെങ്കിൽ അതുകൂടി ഇടിഞ്ഞ് താഴേക്ക് പതിച്ചതോടെയാണ് പ്രദേശം ചെളിയിലാണ്ടതും വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായതും. കൃത്യസമയത്ത് മണ്ണ് മാറ്റിയിരുന്നെങ്കിൽ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ ഒഴിവാക്കാമായിരുന്ന ദുരന്തമാണ് അധികൃതരുടെ അലംഭാവം കൊണ്ട് മാത്രം സംഭവിച്ചിരിക്കുന്നതും 4 ജീവനുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നതും. വയനാട്ടിലുണ്ടായ ഈ വൻ ദുരന്തത്തിന് പിന്നാലെ സംസ്ഥാനത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുതുക്കി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതീവ ജാഗ്രതയുടെ ഭാഗമായി വയനാട്, കോഴിക്കോട് ജില്ലകളിൽ നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് എന്നീ 3 വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി എന്നീ 4 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം കൂടി പരക്കെ ശക്തമായ മഴ തുടരുമെന്നാണ് ഔദ്യോഗികമായ മുന്നറിയിപ്പ്. നാളെ എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും വ്യാഴാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കേണ്ടത് കൂടിയുണ്ട്. പരിസ്ഥിതി ലോല പ്രദേശങ്ങളായ മലയോര മേഖലകളിൽ താമസിക്കുന്നവരും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലുള്ളവരും പ്രത്യേക സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും ജാഗ്രതാ നിർദ്ദേശങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഔദ്യോഗിക നിർദ്ദേശങ്ങൾ അവഗണിച്ച് മുന്നോട്ട് പോകുന്ന ഏജൻസികൾക്കെതിരെയും കരാറുകാർക്കെതിരെയും ദുരന്ത നിവാരണ നിയമപ്രകാരം ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഭരണകൂടം തയ്യാറാകണമെന്ന ആവശ്യവും നിലവിൽ ശക്തമാകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മഴയുടെ തോത് വർദ്ധിക്കുമെന്ന സൂചനയുള്ളതിനാൽ അണക്കെട്ടുകളുടെ ജലനിരപ്പും നദികളുടെ ഒഴുക്കും ദുരന്ത നിവാരണ അതോറിറ്റി സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. സുരക്ഷിത ക്യാമ്പുകളിലേക്ക് മാറിയ ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഭക്ഷണവും ചികിത്സയും ഉറപ്പാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.